ഹലോ, ഞാൻ മിൻറ്റു ആണ്. അപ്രൈറ്റ് മൈഗ്രേഷൻ സാറ്റലൈറ്റിൽ നിന്ന്. ഇപ്പം നമ്മളെല്ലാവരും ഒത്തിരി കേട്ടിട്ടുണ്ട് ഡാമ വിസ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് എന്താണെന്ന് ഉള്ളതിനെപ്പറ്റി ഒരു ചെറിയൊരു ഐഡിയ പറയാം. അപ്പം ഈ ഒരു വിസ, അതായത് ഓസ്ട്രേലിയയിലെ റീജിയണൽ ഏരിയയിലോട്ടുള്ള മൈഗ്രേഷൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആ റീജിയണൽ ഏരിയയിൽ ഉള്ള പർട്ടിക്കുലർ ഏരിയയിലുള്ള ആൾക്കാർക്ക്, അവിടെയുള്ള എംപ്ലോയേഴ്സിന്, അവിടെയുള്ള ബിസിനസ്സിന് ചില എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് അവർക്ക് റിക്രൂട്ട് ചെയ്യാം ഓഫ് ഷോറിൽ നിന്നും, അതായത് ഓസ്ട്രേലിയയുടെ വെളിയിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇൻസൈഡ് ഓസ്ട്രേലിയ. ചില ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ആ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള വിസയെക്കാട്ടിലും വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്രൈറ്റീരിയയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് തീരെ കുറവാണ്. പിന്നെ നമ്മുടെ സാലറി നിങ്ങൾക്കറിയാമല്ലോ, ഒരു എംപ്ലോയർ സ്പോൺസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഇത്ര സാലറി കൊടുക്കണം, 73,150. അതിന് കൺസെഷൻ കിട്ടും. പിന്നെ ഉള്ളത് ഏജിൻ്റെ ഇതാണ്. ഏജ് 45 കഴിഞ്ഞുള്ളവർക്കും ഈ ഒരു രീതിയിൽ പറ്റും. അപ്പം ഈ നിങ്ങൾ താമസിക്കുന്ന ഏരിയ ഈ ഡാമ റീജിയണിൽ വരുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയേഴ്സിന് നിങ്ങളെ ഡാമ വിസ ത്രൂവിൽ 482 494 നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങൾ നിങ്ങളെ തീർച്ചയായിട്ടും അതിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.